ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീട്ടിലുള്ള വെജിറ്റബിളും റേഷനറി ഉപയോഗിച്ച് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടോ. വലിയ പ്രതീക്ഷയില്ലാതെ ഉണ്ടാക്കിയതാണ്, പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ സംഭവം സൂപ്പറായിട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് പുതിയ കൂട്ടുകാരാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. 2 ഗ്ലാസ് റൈസാണ് കേട്ടോ, അത് 4 ഗ്ലാസ്സാണിത്. ഇതിൽ 1-2 കറുത്ത അരികളുള്ളൂ, അതൊക്കെ ഉണ്ടിച്ചെങ്കിൽ നെല്ലൊക്കെ ഉണ്ടിച്ചെങ്കിൽ പെറുക്കണം. ഇനി നമ്മുടെ ഈ റേഷനരിയുടെ മണമൊക്കെ പോയി നല്ല ബിരിയാണി റൈസ് പോലെ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. അതുപോലെ തന്നെ ചെയ്യണം. തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കല്ലുപ്പ് തന്നെ ഇടണം കേട്ടോ. അതിനുശേഷം 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. 15 മിനിറ്റ് ഇത് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു 3 പ്രാവശ്യം നല്ല വൃത്തിയായിട്ട് പച്ചവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയപ്പോൾ മണം ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു തുള്ളി വെള്ളം പോലും അരിയിലുണ്ടാകാൻ പാടില്ല. ആദ്യം നമുക്ക് റൈസ് വേവിക്കണം. അതിനായി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം 2-3 പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്കായ ഇവ ഒന്ന് ചൂടാക്കുക. നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് റൈസ് ഒന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ. നന്നായി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം, ഇരട്ടി വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ഞാനിവിടെ 3-3/4 ഗ്ലാസ് വെള്ളം, 1/4 ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ഈ റൈസിൻ്റെ സ്മെല്ലൊക്കെ പോയി ബിരിയാണി റൈസിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടി നല്ല സോഫ്റ്റും കിട്ടും റൈസിന്. അപ്പോൾ ഈ പാൽ ഒഴിക്കുന്നത് സ്കിപ്പ് ചെയ്യരുത്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് വെച്ചെങ്കിൽ ഇത്തിരി മുന്തി നിൽക്കണം കേട്ടോ. ഒരു ബേ ലീഫ്, 1/2 ലെമൺ ജ്യൂസ്. 1 വിസിലാണ് അടിക്കേണ്ടത്. അത് കഴിഞ്ഞ് ഓഫ് ചെയ്യാം. എല്ലില്ലാത്ത 250 ഗ്രാം ചെറിയ പീസുകളായ ചിക്കനാണ്. ഇതിൽ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, ഗരം മസാലപ്പൊടി എന്നിവ പുരട്ടി വെച്ചതാണ് കേട്ടോ. പിന്നെ ചിലർ വേവിക്കുക ചെയ്യാൻ, ഞാനിത് ഫ്രൈ ചെയ്യാൻ ആണ്. വെജിറ്റേറിയൻകാരാണെന്ന് വെച്ചെങ്കിൽ സോയ ഇതുപോലെ ചെയ്തിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ചിക്കൻ പീസുകളൊന്ന് വറുത്ത് പോരാം. 1 വിസിൽ അടിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആവിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ കുക്കർ തുറക്കുകയാണ് കേട്ടോ. ഇനി ഈ റൈസ് ഒന്ന് തണുപ്പിക്കണം നമുക്ക്. അപ്പോൾ ഈ കുക്കറിൽ തന്നെ വെക്കരുത്. ഒരു വായുവായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായി തണുപ്പിക്കണം. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ കുഴഞ്ഞ പോലെയൊക്കെ തോന്നും ഫസ്റ്റ്. അതൊക്കെ തണുത്ത് കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ. വെജിറ്റബിൾ എന്ന് പറയാൻ ക്യാപ്സിക്കം അതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പച്ചപ്പയറാണ് ബീൻസിന് പകരം യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ക്യാരറ്റ്, സവോള, ചുവന്നുള്ളി കൊത്തിയരിഞ്ഞത്, പച്ചമുളക്, തക്കാളി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്ക് അവൈലബിളായ വെജിറ്റബിൾസ് ഇതിൽ ചേർക്കാം കേട്ടോ. ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് 2 മുട്ട കുത്തി പൊരിക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തൊന്ന് വഴറ്റിയിട്ട് 1 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മുട്ട കൊത്തിപ്പൊരിച്ചതും ചിക്കൻ ഫ്രൈയും വേപ്പിലയും കൂടിയിട്ടിട്ട് ഒന്ന് ഇളക്കാം. ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി വെതറി കൊടുത്തതിന് ശേഷം തണുപ്പിക്കാൻ വെച്ച റൈസ് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് മെല്ലെ ഇളക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിൽ സോസൊന്നും ചേർക്കണില്ല കേട്ടോ. പകരം ഫ്രൂട്ട്സുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പൈനാപ്പിളൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല ഫ്ലേവറാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാണ് കേട്ടോ.